ചെറിയ മധുരവും അല്പം പുളിയും ചേർന്ന സ്വാദിഷ്ടമായ തക്കാളി ആരോഗ്യത്തിന് വളരെയധികം ഗുണം ചെയ്യുന്നവയാണ്. ഇവയിൽ വൈറ്റമിൻ സി അടങ്ങിയിരിക്കുന്നു. കലോറി കുറവാണ്, കൊഴുപ്പില്ല എന്നിങ്ങനെയുള്ള പല സവിശേഷതകളും തക്കാളിക്കുണ്ട്. മാത്രമല്ല വൈറ്റമിൻ എ, കെ, B1, B3, B5, B6, B7 എന്നീ പ്രകൃതിദത്ത പോഷകങ്ങളും ധാതുക്കളും അടങ്ങിയിരിക്കുന്ന ഒന്നാണ് തക്കാളി. ഫോളേറ്റ്, ഇരുമ്പ്, പൊട്ടാസ്യം, മഗ്നീഷ്യം, ക്രോമിയം, സിങ്ക്, കോളിൻ, ഫോസ്ഫറസ് എന്നിവയും സമൃദ്ധമായ അളവിൽ തക്കാളിയിൽ അടങ്ങിയിരിക്കുന്നു. ഒരു കപ്പ് തക്കാളിയിൽ 2 ഗ്രാം ഫൈബർ അടങ്ങിയിരിക്കുന്നു. അതായത് ഒരു ദിവസം ആവശ്യമായ ഫൈബറിൻ്റെ 7% തക്കാളിയിലെ ഫൈബർ. കൂടാതെ തക്കാളിയിൽ ജലത്തിൻ്റെ അളവ് കൂടുതലാണ്. തക്കാളി ഉൾപ്പെടെ നിരവധി പഴങ്ങളും പച്ചക്കറികളും കഴിക്കുന്നത് ഉയർന്ന രക്തസമ്മർദ്ദം, കൊളസ്ട്രോൾ, പക്ഷാഘാതം, പ്രമേഹം, ഹൃദ്രോഗങ്ങൾ എന്നിവ വരുന്നതിനുള്ള സാധ്യത കുറയ്ക്കുന്നതിന് സഹായിക്കുന്നു. മാത്രമല്ല എല്ലുകളുടെ ബലത്തിന് വളരെ നല്ലതാണ് തക്കാളി. തക്കാളിയിലെ വൈറ്റമിൻ കെയും കാൽഷ്യവും എല്ലുകളുടെ ബലത്തിനും എല്ലുകൾക്ക് വരുന്ന മറ്റു തകരാറുകൾ പരിഹരിക്കുന്നതിനും സഹായിക്കുന്നു. തക്കാളിയിലുള്ള ലൈക്കോപ്പീൻ എല്ലുകളുടെ തൂക്കം കൂട്ടുകയും എല്ലുകൾ പൊട്ടുന്നത് തടയാൻ സഹായിക്കുകയും ചെയ്യുന്നു. ക്യാൻസറിനെതിരെ പ്രവർത്തിക്കുന്നതിന് വളരെ നല്ലതാണ് തക്കാളി. ഇനി തക്കാളിയുടെ മറ്റൊരു ഗുണം എന്ന് പറഞ്ഞാൽ തക്കാളി ഞരമ്പുകളെ ആരോഗ്യമായി നിലനിർത്താൻ സഹായിക്കുന്നു എന്നതാണ്. തക്കാളിയിലെ പൊട്ടാസ്യമാണ് ഇതിന് സഹായിക്കുന്നത്. കൂടാതെ സാധാരണ രക്തചംക്രമണം നിലനിർത്തുന്നതിന് ഇരുമ്പ് പ്രധാനമാണ്. അതിനാൽ ഇരുമ്പും തക്കാളിയിലുണ്ട്. പ്രമേഹമുള്ളവർക്കും വളരെ നല്ലതാണ് തക്കാളി. ടൈപ്പ് 2 പ്രമേഹത്തിൻ്റെ ഓക്സിഡേറ്റീവ് സമ്മർദ്ദം കുറയ്ക്കാൻ സഹായിക്കുന്ന ഒന്നാണ് തക്കാളി. കൂടാതെ പ്രമേഹത്തിൻ്റെ മറ്റു സങ്കീർണതകൾ കുറയ്ക്കാൻ സഹായിക്കുന്നതിനും തക്കാളി വളരെ ഫലപ്രദമാണ്. തക്കാളി ഉപയോഗിച്ച് നമ്മൾ പലവിധ വിഭവങ്ങളും തയ്യാറാക്കാറുണ്ട്. എന്നാൽ ഞാൻ ഇന്ന് നല്ലൊരു സ്മൂത്തിയാണ് തക്കാളി ഉപയോഗിച്ച് തയ്യാറാക്കുന്നത്. ഈ ഒരു സ്മൂത്തി തയ്യാറാക്കാനായി 1-2 മീഡിയം സൈസ് തക്കാളി എടുക്കുക. ഞാനിവിടെ മീഡിയം സൈസ് തക്കാളിയാണ് എടുത്തിരിക്കുന്നത്. തക്കാളി നന്നായി കഴുകിയതിന് ശേഷം ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് ഒരു ബ്ലെൻഡറിലേക്ക് ഇട്ട് കൊടുക്കുക. ഷുഗർ കുറയ്ക്കാനും കൊളസ്ട്രോൾ കുറയ്ക്കാനും വണ്ണം കുറയ്ക്കാനുമൊക്കെ തക്കാളി കൊണ്ട് ഇതുപോലെ നല്ലൊരു സ്മൂത്തി തയ്യാറാക്കി കഴിക്കാവുന്നതാണ്. തക്കാളിയിലെ ലൈക്കോപ്പീൻ എന്ന ആൻറ്റി ഓക്സിഡൻ്റാണ് തക്കാളിക്ക് ഈ പറഞ്ഞ ഗുണങ്ങളെല്ലാം നൽകുന്നത്. ഇനി ഇതിലേക്ക് ആവശ്യമായ അടുത്ത ഇൻഗ്രീഡിയൻ്റാണ് ജീരകം. 1/4 ടീസ്പൂൺ വറുത്ത ജീരകം പൊടിച്ചെടുത്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ജീരകം ഷുഗറുള്ളവരുടെ ശരീരത്തിൽ ഇൻസുലിൻ ഉൽപ്പാദനത്തെ മെച്ചപ്പെടുത്താൻ സഹായിക്കും. കൂടാതെ ഇത് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കാൻ സഹായിക്കുകയും ചെയ്യും. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക. ബ്ലഡ് ഷുഗർ കുറയ്ക്കാനും ഇൻസുലിൻ ഉൽപ്പാദനം മെച്ചപ്പെടുത്താനും കൂടെ ഗ്ലൂക്കോസ് ലെവലിൽ വരുന്ന വ്യതിയാനങ്ങൾ കുറയ്ക്കുന്നതിനും വളരെ നല്ലതാണ് കുരുമുളക്. ആൻറ്റി ഓക്സിഡൻറ്റുകളും ആൻറ്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങളും അടങ്ങിയതാണ് കുരുമുളക്. ഇത് ഷുഗർ ഉള്ളവരിൽ ദഹനം മെച്ചപ്പെടുത്തുന്നതിനും വിശപ്പ് കുറയ്ക്കുന്നതിനും സഹായിക്കും. കൂടാതെ ഈ ജ്യൂസിലുള്ള ന്യൂട്രിയൻസിൻ്റെ ആഗിരണം ശരിയായി നടക്കുന്നതിനും സഹായിക്കുന്ന ഒന്നാണ് കുരുമുളക്. അതിനാൽ ഷുഗർ ഉള്ളവർക്ക് വണ്ണം കുറയ്ക്കുന്നതിനും കൊളസ്ട്രോൾ കുറയ്ക്കുന്നതിനുമൊക്കെ കുരുമുളക് ചേർക്കുന്നത് വളരെ നല്ലതാണ്. ഇനി ഇതിലേക്ക് അല്പം പിങ്ക് സാൾട്ട് കൂടി ഇട്ട് കൊടുക്കുക. അതിനുശേഷം 1/2 ഗ്ലാസ് വെള്ളമൊഴിച്ച് നന്നായി ബ്ലെൻഡ് ചെയ്തെടുക്കുക. നല്ലതുപോലെ ബ്ലെൻഡ് ചെയ്തെടുത്തതിന് ശേഷം ഈ ജ്യൂസ് അരിക്കാതെ ഒരു ഗ്ലാസ്സിലേക്ക് ഒഴിക്കുക, കുടിക്കുക. ഈ സ്മൂത്തി നമുക്ക് 2 രീതിയിൽ ഉപയോഗിക്കാവുന്നതാണ്. ഒന്നാമത്തെ രീതി, ഈ സ്മൂത്തി ഭക്ഷണത്തിന് പകരമായി കഴിക്കാം. അല്ലെങ്കിൽ ഈ സ്മൂത്തി ബ്രേക്ക്ഫാസ്റ്റോ അല്ലെങ്കിൽ ഉച്ചഭക്ഷണം കഴിക്കുന്നതിന് 1/2 മണിക്കൂർ മുൻപായി കഴിക്കാവുന്നതാണ്. സ്മൂത്തിയായി കഴിക്കാൻ ആഗ്രഹമില്ലാത്തവർക്ക് അരിച്ചെടുത്ത് ജ്യൂസായി കഴിക്കാവുന്നതാണ്. ഭക്ഷണം കഴിക്കുന്നതിൻ്റെ 1/2 മണിക്കൂർ മുൻപായി ഈ ജ്യൂസ് കുടിക്കുക. തക്കാളിയിൽ പൊട്ടാസ്യം കൂടുതലുള്ളതിനാൽ കിഡ്നി റിലേറ്റഡ് പ്രോബ്ലംസ് ആയിട്ടുള്ളവരാരും തക്കാളി ജ്യൂസോ തക്കാളിയോ കഴിക്കരുത്. അലർജി ഉള്ളവരും തക്കാളി ജ്യൂസ് ഒഴിവാക്കുക. മറ്റുള്ളവർക്കെല്ലാവർക്കും കഴിക്കാവുന്നതാണ്. അപ്പോൾ ഫ്രണ്ട്സ്, ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോ കണ്ടതിന് ശേഷം ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക്